പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസ്വരൂപനും കാരുണ്യവാനുമായ നല്ല ദൈവമേ, ഇന്ന് ഈ നിമിഷം ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ വൻ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുനാഥ, യുവജനങ്ങളായ ഞങ്ങൾ സമൂഹത്തിലും സഭയിലും പ്രതിജ്ഞാബദ്ധതയുള്ളവരായി വളരുവാൻ വേണ്ട കൃപാമാരി ഞങ്ങൾ ഓരോരുത്തർക്കും ചൊരിയണമെന്ന് യാചിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. കേരളത്തിലെ ലത്തീൻ സഭയുടെ പ്രതിജ്ഞാബദ്ധത മനസ്സിലാക്കണമെങ്കിൽ അത് ആരംഭിക്കുന്നത് ഉദയംപേർ സുനഹദോസോട് കൂടിയാണ്. ഉദയംപേർ സുനഹദോസ് നമ്മൾക്കറിയണമെങ്കിൽ ആദ്യം നമ്മൾ ട്രെൻഡ് സുനഹദോസ് അറിഞ്ഞിരിക്കണം. ട്രെൻഡ് സുനഹദോസാണ് വളരെയധികം മാറ്റങ്ങൾ സഭയിൽ കൊണ്ടുവന്ന ആദ്യത്തെ സുനഹദോസ്. ആ സുനഹദോസിൽ എടുത്ത തീരുമാനങ്ങൾ സാധാരണ ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഉദയംപേർ സുനഹദോസ് സഭയിൽ വന്നത്. ട്രെൻഡ് സുനഹദോസിന് ശേഷം സഭയിൽ നിന്ന് വിട്ടുപോയ മാർട്ടിൻ ലൂതർ തെറ്റായ പഠനങ്ങൾ നടത്തുകയും സഭയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് കൂടിയ സുനഹദോസാണ് ഉദയംപേരൂർ സുനഹദോസ്. ഉദയംപേർ സുനഹദോസ് സമ്മേളിച്ചത് 1599 കൊച്ചി രാജ്യത്താണ്. നമ്മൾ കൊച്ചി രാജ്യമെന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നാട്ടുരാജാക്കന്മാർ വാണിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തെ മൂന്നായി തിരിച്ചിരുന്നു: മലബാർ റീജൻ, കൊച്ചി റീജൻ ആൻഡ് ട്രാവൻകൂർ റീജൻ. അതുകൊണ്ടാണ് കൊച്ചി രാജ്യം എന്നിവിടെ പറയുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഉദയംപേരൂർ സുനഹദോസ് നടന്നത് കൊച്ചി രാജ്യത്തിലെ ഉദയംപേരൂർ എന്ന സ്ഥലത്താണ്. 832 പേരാണ് ഈ സുനഹദോസിൽ പങ്കെടുത്തത്. 153 തദ്ദേശീയരായ വൈദികരും 650 അൽമായരും ഏതാനും ദൈവശാസ്ത്ര പണ്ഡിതന്മാരുമാണ് ഇതിൽ സമ്മേളിച്ചത്. ഇതിൽ എടുത്ത പ്രധാന തീരുമാനങ്ങൾ കാനൂനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ഗോവയിലെ മെത്രാപ്പോലിത്തയായ അലക്സിസ് മെനീസിസ് എന്ന മെത്രാൻ ആയിരുന്നു. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും കേരളത്തിൽ നടന്ന നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കേരള ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ കാലങ്ങൾക്ക് മുൻപ്, ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ നടമാടിയിരുന്ന അനാചാരങ്ങൾ, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥകൾക്കെതിരെ ശബ്ദമുയർത്താൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഉദയംപേരൂർ സുനഹദോസ്. ഉദയംപേരൂർ സുനഹദോസിൽ സഭ വ്യക്തമായിട്ട് സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്ക് എങ്ങനെയാണ് പ്രതിവിധി കാണേണ്ടതെന്നും അത് സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യേണ്ടതെന്ന് സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ നടന്ന ഉദയംപേരൂർ സുനഹദോസിൽ എടുത്ത ഏതാനും ചില തീരുമാനങ്ങളാണ് പിന്നീട് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾക്ക് കാരണമായി മാറിയത്. ഉദയംപേരൂർ സുനഹദോസിൽ കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതെല്ലാം നിയമങ്ങളായിട്ട് എഴുതപ്പെടുകയും ചെയ്തു. അതിൽ ഏതാനും പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ മാത്രം നമ്മൾക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാം. മന്ത്രവാദം, കൂടോത്രം, ഭാഗ്യദോഷ പ്രവചനം എന്നിവ സുനഹദോസ് കർശനമായി നിരോധിച്ചു. അമിത പലിശയും പലിശയ്ക്ക് പലിശയായ പിഴപ്പലിശയും ഈടാക്കിയിരുന്നത് കർശനമായി നിരോധിച്ചു. തീണ്ടലും ഐത്താചാരവും ദൈവനിഷേധമാണെന്നും ആയതിനാൽ ക്രിസ്ത്യാനികൾ അത്തരം അനാചാരങ്ങൾ പാലിക്കരുതെന്നും സുനഹദോസ് നിഷ്കർഷിച്ചു. സ്ത്രീകൾ നഗ്നത പൂർണ്ണമായി മറച്ച് വസ്ത്രം ധരിക്കണമെന്നും പുരുഷന്മാർ മുണ്ടും മേൽമുണ്ടും ധരിച്ച് നഗ്നത പൂർണ്ണമായി മറച്ച് നടക്കണമെന്നും സുനഹദോസ് കൽപ്പിച്ചു. ചാരായം, വീര്യം കൂട്ടി ഉണ്ടാക്കാൻ പാടില്ലെന്നും അമിതമായി മദ്യപിക്കാൻ പാടില്ലെന്നും നിഷ്കർഷിച്ചുകൊണ്ട് സുനഹദോസ് തീരുമാനമെടുത്തു. അക്കാലത്ത് ഭാര്യയ്ക്ക് പുറമെ ഓരോരുത്തരുടെയും സാമർഥ്യവും സമ്പത്തും അനുസരിച്ച് പരസ്യമായി വെപ്പാട്ടികളെ വെച്ചിരുന്നത് കർശനമായി നിരോധിച്ചു. ദോഷനാളിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അത്യന്തം ക്രൂരമായ അനാചാരം നിലനിന്നിരുന്നത് കർശനമായി നിരോധിച്ചു. ഹിന്ദുക്കളുടെ ഇടയിൽ നിലനിന്നിരുന്ന ശൈശവ വിവാഹ സമ്പ്രദായം ക്രിസ്ത്യാനികളും സ്വീകരിച്ചിരുന്നതിനാൽ 7-8 വയസ്സുള്ളപ്പോൾ കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു. വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ആൺകുട്ടികൾക്ക് 14 പെൺകുട്ടികൾക്ക് 12 സുനഹദോസ് നിശ്ചയിച്ചു. പട്ടക്കാർ, അതായത് പുരോഹിതർ, ആഭിചാരം ചെയ്യരുതെന്നും ദിവസവും
മുഹൂർത്തവും കുറിച്ച് കൊടുക്കരുതെന്നും സുനഹദോസ് കൽപ്പിച്ചു. കൽപ്പന ലംഘിക്കുന്നവർക്ക് മഹ്റോൺ ശിക്ഷ വിധിച്ചു. ദൈനംദിന നമസ്കാരങ്ങളും പ്രമാണങ്ങളും ജനങ്ങൾക്കറിയാൻ പാടില്ലാത്ത സുറിയാനി ഭാഷയിലല്ല, മലയാളത്തിലാണ് ചൊല്ലേണ്ടതെന്ന് കൽപ്പിച്ചു. മൃതദേഹം പള്ളിയോട് ചേർന്ന് അടക്കം ചെയ്യണമെന്ന് നിഷ്കർഷിച്ചു. സുനഹദോസിന് ശേഷം മാത്രമാണ് സിമിത്തേരി സമ്പ്രദായം കേരളത്തിൽ തുടങ്ങിയത്. കാമാളർ തൊട്ട കുളവും കിണറും ശുദ്ധമാക്കുന്ന ചടങ്ങ് നിർത്തണം എന്ന് കൽപ്പിച്ചു. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടൊപ്പം പിതൃസ്വത്തിൽ തുല്യ അവകാശം നൽകണമെന്നും പ്രഖ്യാപിച്ചു. വിൽക്കാനും വാങ്ങാനും തെറ്റായ അളവുകളും തൂക്കങ്ങളും വ്യാപാരികൾ ഉപയോഗിച്ചിരുന്നത് കർശനമായി നിരോധിച്ചു. വിവാഹം പള്ളിയിൽ വെച്ച് ആശീർവദിക്കുകയെന്നത് നിർബന്ധമാക്കി. വധുവരന്മാരുടെ പരസ്പര സമ്മതം വിവാഹത്തിന്റെ അത്യാവശ്യ ഘടകമാക്കി. പട്ടക്കാർ, അതായത് പുരോഹിതർ, ഓരോ ഇടവകയ്ക്കും വേണ്ടി മാത്രം അഭിഷിക്തരായി ജീവിതകാലം മുഴുവൻ ആ ഇടവകയിൽ തന്നെ തുടരുന്ന വ്യവസ്ഥ മാറ്റി പട്ടക്കാരെ, പുരോഹിതരെ സ്ഥലം മാറ്റുന്ന സമ്പ്രദായം ഏർപ്പെടുത്തി. ഇന്ന് മലയാളി കുടുംബങ്ങളിൽ പിതൃസ്വത്തിന് ആൺകുട്ടികൾക്കൊപ്പം സ്വത്തവകാശം ലഭിക്കാൻ പെൺകുട്ടികൾ ഏറെ ബുദ്ധിമുട്ടുമ്പോൾ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പിതൃസ്വത്തിൽ മക്കൾക്ക് ലിംഗഭേദമന്യേ തുല്യ അവകാശമുണ്ടാക്കിയിരിക്കണമെന്ന് ഉദയംപേരൂർ സുനഹദോസ് അനുശാസിച്ചു എന്നത് എത്രയോ അത്ഭുതകരമാണ്. ഇക്കാലത്തും കേരള സമൂഹത്തെ ജാതി പിശാച് വേട്ടയാടുമ്പോൾ 16-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ തന്നെ ഐത്താചാരങ്ങൾ ഉദയംപേരൂർ സുനഹദോസ് ശപിച്ചു തള്ളുകയും തീണ്ടലും തൊടിയിലും പാലിക്കുന്നത് വലിയ പാപമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നത് അവിശ്വസനീയമായി തോന്നും. പ്രാർത്ഥനകൾ മാതൃഭാഷയിലായിരിക്കണമെന്നും തീരുമാനിച്ചതുവഴി മലയാള ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയായിരുന്നു സുനഹദോസ്. കേരളത്തിലെ ലത്തി മിഷണറിമാരുടെ സംഭാവനകൾ ഒരു അവലോകനം. പ്രധാനമായും കേരളത്തിലെ ലത്തി മിഷണറിമാരുടെ സംഭാവനകളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി. അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, മലയാള ഭാഷയുടെ രൂപീകരണത്തിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ അച്ചടിയും അനുബന്ധമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും. വിദ്യാഭ്യാസ രംഗം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് ലത്തി മിഷണറിമാർ തന്നെയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കുകയും എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുന്നതിൽ ലത്തി മിഷണറിമാർ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കലാലയം എന്ന് പറയുന്നത് ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ കൊച്ചിയിലെ തന്നെ ഒരു സ്കൂൾ ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊന്നാണ് കൊച്ചിയിൽ സ്ഥാപിതമായ സാന്താക്രൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അതുപോലെ എടുത്തു പറയേണ്ട വേറൊന്നാണ് വൈപ്പിൻകോട്ടയിൽ സ്ഥാപിതമായ സെമിനാരി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കലാലയമാണ് സെയിൻറ്റ് പോൾസ് കോളേജ്. ഇതൊക്കെ കേരളത്തിൽ വിദ്യാഭ്യാസം എത്രമാത്രം പുരോഗതി പ്രാപിക്കുന്നതിന് ഉത്തമ തെളിവുകളാണ്. ഇന്ന് നമ്മളൊക്കെ ഒരു പരിധിവരെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച നാഴികക്കല്ലുകൾ ഈ മിഷണറിമാർ തന്നെയായിരുന്നു. വിദ്യാഭ്യാസ മേഖല പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു മേഖലയാണ് ആതുര ശുശ്രൂഷ മേഖല. ഇന്ന് കേരളത്തിൽ ഉടനീളം വളരെയധികം ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും കേരളത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മഞ്ഞുമൽ സ്ഥാപിതമായ സെയിൻറ്റ് ജോസഫ് ഹോസ്പിറ്റലാണ്. ഇന്ന് ആതുര ശുശ്രൂഷ രംഗം വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ക്രിസ്തീയ മാനേജ്മെൻറ്റുകൾ തന്നെയാണ്. കേരളത്തിലുടനീളം വിവിധ രൂപതകളുടെ കീഴിൽ ഒട്ടനവധി ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് താങ്ങും തണലുമായി ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രങ്ങളിൽ അണയുന്നവർ അനവധിയാണ്. ക്രിസ്തീയ മിഷണറിമാരുടെ മറ്റൊരു സംഭാവനയാണ് അച്ചടി രംഗത്തുണ്ടായ പുരോഗതി. ഇന്ന് കേരളത്തിൽ 5000-ത്തിലധികം മാഗസീനുകൾ ലത്തീൻ സഭയുടെ കീഴിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
അതുപോലെ തന്നെ മലയാള ഭാഷയുടെ രൂപീകരണത്തിലും ലത്തീൻ മിഷണറിമാരുടെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. കേരളത്തിലെ മലയാള ഭാഷയ്ക്ക് തനതായ ഒരു രൂപം കൊണ്ടുവന്നത് ലത്തീൻ മിഷണറിമാർ തന്നെയാണ്. നമ്മൾക്കറിയാം, പഴയ കാലത്ത് സംസ്കൃതവും തമിഴുമായിരുന്നു നമ്മുടെ സദേൺ ഇന്ത്യയിൽ സംസാരിച്ചിരുന്നത്. അതിൽ നിന്ന് വേർതിരിച്ച് മലയാള ഭാഷയ്ക്ക് തനത് രൂപം കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മിഷണറിമാർ തന്നെയാണ്. പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടത്തിലാണ്. കേരളത്തിലെ ലത്തീൻ സമുദായത്തിന് ഗവൺമെൻറ് തലത്തിൽ റിസർവേഷൻ ഉണ്ട് എങ്കിലും പലപ്പോഴും ആ റിസർവേഷൻ പൂർണ്ണമായി നേടിയെടുക്കുവാൻ നമ്മളുടെ സമുദായത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. അതിന് കാരണം അർഹിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ നമ്മളുടെ സമുദായത്തിൽ കുറവായതിനാൽ. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിന് സൊല്യൂഷൻസ് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ഓരോ യുവജന സുഹൃത്തിൻ്റെയും കടമയാണ്. കേരളത്തിലെ ഈ സമൂഹത്തിനോട് പ്രതിജ്ഞാബദ്ധതയുള്ള യുവജനങ്ങളായി വളർന്നു വരുവാൻ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും, അതിന് ഉതകുന്ന പദ്ധതികൾ നമ്മൾക്ക് വിഭാവനം ചെയ്യാം. അതിനുതകുന്ന കാര്യങ്ങൾ ചർച്ചയിലൂടെ നമുക്ക് കണ്ടെത്താം. സാമൂഹ്യ പ്രതിജ്ഞാബദ്ധതയുള്ളവരായി യുവജനങ്ങൾ വളരേണ്ടതിന് കത്തോലിക്ക യുവജന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുക. വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ സുവിശേഷ മൂല്യങ്ങൾ ആർജിക്കുക. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ വായിച്ചു പഠിക്കുക, ചർച്ച ചെയ്യുക. ആനുകാലിക സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരം പഠിക്കുക, മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുക. ഇടവകയിലെ സ്നേഹസമൂഹങ്ങളുടെയും യോഗങ്ങളിൽ സംബന്ധിച്ച് സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നേതൃത്വം നൽകുക. നാട്ടിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സ്നേഹസമൂഹത്തിലെ ഭാരവാഹികളുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അവസരം തേടുക. നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ സംഘടിതരായി പ്രവർത്തിക്കുക. വിദഗ്ധരെ കൊണ്ട് സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ സംഘടിപ്പിക്കുക. സ്നേഹമുള്ള കുട്ടികളെ, നമ്മൾ ഈ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ പഠിച്ചതും ചർച്ച ചെയ്തതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾക്ക് യാചിക്കാം. നന്മയുടെ നിറകുടമായ നല്ല ദൈവമേ, യുവാവായ യേശുവിനെ പോലെ സമൂഹത്തിൽ നന്മ ചെയ്ത് കടന്നു പോകുവാൻ വേണ്ട കൃപാമാരി യുവജനങ്ങളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് യേശുവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.